കോവളത്ത് നിന്ന് അഖിൽ പാലോട്ടുമാട്ടം ചേരുന്നുണ്ട്. അഖിൽ, കോവളത്ത് എങ്ങനെയുണ്ട്, വൈബ് എങ്ങനെയുണ്ട്? ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ഉദയസമുദ്ര ഹോട്ടലിലാണ്. അവിടെയാണ് ഈ വർഷത്തെ ഈ ആഘോഷ പരിപാടികളൊക്കെ തന്നെ ഇവിടെയാണ് ഉള്ളത്. ഇവിടെ നമുക്ക് കാണുന്നത് പോലെ തന്നെ സ്വദേശികളും വിദേശികളും ഒക്കെ തന്നെ ഒരുപോലെ പുതുവത്സരം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള തിമിർപ്പിലാണ്. എല്ലാവരും സന്തോഷത്തിന്റെ വലിയ ഒരു ലഹരിയിൽ തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും. വലിയ സന്തോഷമാണ്. ഇതിൽ കാണാൻ ഏറ്റവും കൂടുതലുള്ളത് കുട്ടികളാണ്. ഇത്തവണ ഏറ്റവും കൂടുതൽ ഈ ന്യൂ ഇയർ പാർട്ടിയുടെ ഭാഗമാകുന്നത്. കാരണം കുട്ടികൾ തന്നെയാണ് ഇത്തവണത്തെ ന്യൂ ഇയർ പാർട്ടിയിലെ ഗസ്റ്റായി മാറുന്നത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒക്കെ തന്നെ ഒരു പുതുവത്സരമാണ് 2024 എന്ന് പറയുന്നത്. 2024 വരവേൽക്കാൻ കണ്ടെത്താ ദൂരത്ത് നിൽക്കുന്ന ഒരു വലിയ കൂട്ടത്തെ കാണാൻ കൂടി നമുക്ക് സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്രമാത്രം ഒരു സന്തോഷത്തിന്റെ രാവുണ്ട്, അത്രമാത്രം ആനന്ദത്തിന്റെ ഒരു രാവുണ്ട്. വലിയ ഒരു ഉത്സവ പ്രതീതി തന്നെ ഇവിടെ കാണാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കൊച്ചുകുട്ടികളടക്കമുണ്ട് ഈ 2024 വരവേൽക്കാൻ. കാരണം നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോവിഡും മഹാമാരിയും പ്രളയവും ഒക്കെ തന്നെ കവർന്നു പോയതാണ്. ആ കവർന്നു പോയത് കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് 2023 വരവേറ്റത്. അതിനുശേഷം ഇപ്പോൾ 2024 ഒരു സംഗീതമാണ് ഇപ്പോൾ ഇവിടെ മുഴങ്ങിൽ കേൾക്കുന്നത്. ആ സംഗീതത്തിന്റെ താളത്തിനനുസരിച്ച് ഇവിടെ ഓരോരുത്തരും പാട്ടുപാടുന്നുണ്ട്. അവരെല്ലാവരും അതിനെല്ലാം ആനന്ദത്തോടു കൂടി തന്നെയാണ് അവർ വരവേൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും തലസ്ഥാന നഗരിയിലുള്ള ഈ ഉത്സവം അല്ലെങ്കിൽ തലസ്ഥാനത്തെയുള്ള ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ഗസ്റ്റ് ഇപ്പോൾ ചേരുന്നുണ്ട്. ഹൗസ് ടു ഫീൽ മാഡം കേരള ന്യൂ ഇയർ പാർട്ടി? Awesome. We're enjoying. We're vacationing here. Your which please? Huh? USA. Yes. US party. Yes. Enjoying with my husband and the friends from our village. Yes. ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞതുപോലെ ആ മാഡം US-ൽ നിന്നാണ് എത്തിയിട്ടുള്ളത്. അവരോടൊപ്പം ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അവരെല്ലാവരും വലിയ ആഘോഷ തിമിർപ്പിൽ തന്നെയാണ് ഇവിടെ ആഘോഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എത്രമാത്രമാണ് അവരിലെ ഒരു സന്തോഷം, അല്ലെങ്കിൽ എത്രമാത്രമാണ് അവരിലെ ഒരു ആനന്ദം എന്നത് നമുക്ക് അവരുടെയൊക്കെ തന്നെ മുഖത്ത് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിലാണ്, ഉദയസമുദ്രയിലാണ്. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ തന്നെ അവരൊക്കെ തന്നെ ഇതിൽ ഒരു പ്രശ്നമുള്ളത് ലക്ഷ്മി, ഇതിൽ ഞാൻ തേടി നടക്കുന്നതിൽ ഒരു മലയാളി മുഖം പോലും കാണുന്നില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത്. ഒരു മലയാളി മുഖം പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നതാണ് എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വലിയ വെല്ലുവിളിയാണ് ഇവിടെ ഉയർത്തുന്നതും ലക്ഷ്മി. യെസ് എല്ലാ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ള വിനോദസഞ്ചാരികളാണെന്ന് മനസ്സിലാകുന്നുണ്ട് അഖിൽ. എന്തായാലും എല്ലാവരും നമ്മുടെ കോവളത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നു. പുതുവർഷം ഇവിടെ ആക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അഭിമാനകരവുമാണ്. ലക്ഷ്മി, മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും മലയാളി ഉണ്ട് എന്നതാണ് ഒരു പ്രതീക്ഷ നൽകുന്നത്. കാരണം ഞാൻ ഈ ഭാഗത്ത് എല്ലായിടത്തും കറങ്ങി വന്ന സമയത്ത് എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു, വിദേശികളായിരുന്നു. അപ്പൊ ഞാനും അവരുമായിട്ടുള്ള എന്റെ കമ്മ്യൂണിക്കേഷനും വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ തേടി നടന്ന് ഒരു മലയാളിയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സാർ എവിടെ നിന്നാണ് വരുന്നത്? ട്രിവാൻഡ്രം കവടിയാർ നിന്നാണ്. എങ്ങനെയുണ്ടായിരുന്നു 2023, 2024 വലിയ പ്രതീക്ഷയുണ്ടോ? വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. 24 സന്തോഷത്തിലാണ്, വളരെ സന്തോഷം. മാഡം എങ്ങനെ സന്തോഷത്തിലാണ് 2024? സന്തോഷത്തിലാണ്. ജനജീവിയുടെ ഹാപ്പി ന്യൂ ഇയർ. എന്റെ ഇപ്പോഴത്തെ ഒരു സന്തോഷം, ഞാനൊരു മലയാളി കുടുംബത്തെ കണ്ടെത്തി എന്നുള്ളതാണ്. കാരണം നേരത്തെ സംസാരിച്ച ഒരു USA ആയിരുന്നു. അതിനു മുമ്പ് രണ്ടാമത് സംസാരിക്കാൻ പോയ ആൾക്കാർ പഞ്ചാബിൽ നിന്നായിരുന്നു. ആ മലയാളികളെ കണ്ടെത്തുക എന്നുള്ളത് എന്റെ വലിയ വെല്ലുവിളിയായിരുന്നു. അതിൽ മലയാളികൾ എന്ന് പറയുമ്പോൾ നമുക്ക് തിരുവനന്തപുരത്തുകാരെ തന്നെ കിട്ടിയെന്നുള്ളതാണ് സംസാരിക്കാൻ. അങ്ങനെ ഒരു ആനന്ദമുണ്ട് ലക്ഷ്മി. കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു
സന്തോഷം എന്ന് പറയുന്നത് വിലമതിക്കാനാകാത്തതാണ്. അത്രമാത്രം അവരിൽ ഒരു ആനന്ദം നമുക്ക് കാണാനും സാധിക്കുന്നതാണ്. എന്തായാലും ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് എന്തായാലും നോർത്ത് ഇന്ത്യൻസ് ആണ്, വിദേശികളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. കാരണം അവരെല്ലാവരും നമ്മുടെ മൈക്കേടി കാണുന്ന സമയത്ത് വിളിക്കുന്നുണ്ട്. ഇപ്പൊ മുതിർന്ന ആൾക്കാർ തന്നെ ഇവിടെ ഉണ്ട്. From Indonesia, not from India. ഓക്കെ, Take from ours, from Odisha. ലക്ഷ്മി, അവര് ഇന്തോനേഷ്യ എന്ന് വന്ന ആൾക്കാരെന്നാണ് പറയുന്നത്. പക്ഷെ ആ ഭാഷ എനിക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ട് ആ ചേട്ടന് ഹാപ്പി ന്യൂ ഇയർ അത്രയും മാത്രമേ എനിക്ക് അവരോട് പറയാൻ അറിയാവൂ. എന്തായാലും ഞാൻ അവരോട് തീർച്ചയായും അഖിലെ, അതിപ്പോ ഭാഷ ഏതായാലും എനിക്ക് തോന്നി സന്തോഷത്തിന്റെയും ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന ഒരു ആകാംക്ഷയുടെയും പ്രതീക്ഷയുടെയൊക്കെ ഭാഷ ഒന്ന് തന്നെയാണ് ലോകത്ത് എവിടെ തന്നെയാണെങ്കിലും.